ഇതുപോലൊരു പ്ലേ ബട്ടൺ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്തിരുന്നതാണ്. ആൻഡ് ഫൈനലി നമ്മുടെ പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിൽ കിട്ടി. ഇത് കിട്ടിയിട്ട് ഏകദേശം 1 മന്തോളം ആയി. എനിക്ക് ഇതുവരെയായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇപ്പോഴാണ് എനിക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യലായിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും വേണം, പക്ഷെ പെട്ടെന്ന് ചെയ്യണം എന്നായിരുന്നു. കാരണം നമ്മുടെ ടേബിളിൽ നമുക്കിതൊന്ന് വെച്ച് കാണണമല്ലോ. എന്തായാലും 1 മന്ത് എടുത്തെങ്കിലും നല്ല അടിപൊളി സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ലെറ്ററൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ യൂട്യൂബേഴ്സിലൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, നമുക്കിതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലെ ഫീൽ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈനലി അതും നമ്മുടെ കയ്യിൽ കിട്ടി. ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് മിറർ പോലത്തെ സംഭവമാണ്. അപ്പോൾ എൻ്റെ കൈ നല്ലപോലെ വേർക്കും. അപ്പോൾ വേർപ്പുകൊണ്ട് ഇങ്ങനെ ഒന്ന് തുടച്ചു നോക്കിയതിൻ്റെ പാടൊക്കെയാണ് ആ ഒരു സംഭവം കണ്ടത്. എന്താണെങ്കിലും ഇതിൻ്റെ പ്രിപ്പറേഷൻ ഞാനൊരു 2 ദിവസമായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഈ 2 ദിവസമായിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഡേ ഇൻ മൈ ലൈഫായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കഡിൽ ഡയറീസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ കണ്ടു നോക്കുക. അതിൽ ഞാൻ ഇനി ഫ്യൂച്ചറിൽ കുറച്ചുകൂടെ ഷോർട്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ പോയിട്ടാണ് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ റോസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. റോസിന് ആകെ 15 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ കൊണ്ട് പോയതാണ്. ഒരു റോസിന് 30 രൂപയായിരുന്നു. എന്തായാലും 4-5 റോസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് കേക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അട്ടർ ഫ്ലോപ്പായിരുന്നു. അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയും എന്തുകൊണ്ടാണ് അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയാനാണെങ്കിൽ ഞാൻ ഓർഡർ കൊടുക്കുമ്പോൾ എന്താണ് കൊടുത്തതെന്ന് കാണിച്ചു തരാം. ഇതാ ഈ ഒരു കേക്കാണ് ഞാൻ റെഫറൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയ കേക്ക് ഇതായിരുന്നു. വലിയ കുഴപ്പമെന്ന് പറയാനായിട്ട് ഒന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ കാര്യം മുകളിൽ 100K എന്ന് എഴുതിയത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതെടുത്തു കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല, വീണ്ടും പാച്ച് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്രാഫ്റ്റാണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സാധനം തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. ഞാൻ എന്നിട്ട് ആ ദിവസം തന്നെ അപ്പം തന്നെ കേക്ക് വാങ്ങിയതിൻ്റെ ഒപ്പം പോയി കുറച്ച് ഗ്ലിറ്റർ ഫോം ഷീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ മുകളിൽ ഞാൻ വിപ്പിംഗ് ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങാനും ശരിയായില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ 100K എന്ന് പറഞ്ഞിട്ട് എഴുതി കട്ട് ചെയ്തൊക്കെ ആയിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ പറയാനാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അവർ ചെയ്തതിനേക്കാളും ഞാൻ ചെയ്തതാണ് ഏറ്റവും കൂടുതൽ നന്നായത് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ചിരിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് ഞാൻ തൊടുന്ന സംഭവങ്ങളൊക്കെ അബദ്ധമാണ്. കാരണം ഈ വീഡിയോ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ 2 വൈൻ ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വൈൻ ഗ്ലാസ് അറിയാതെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതാണ്. അടുത്ത ഗ്ലാസ് വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണ് പൊട്ടിയതാണ്. അപ്പം ഞാൻ എപ്പോൾ ഡെക്കറേഷൻ തുടങ്ങിയോ ആ ദിവസം മുതൽ തുടങ്ങിയതാണ് ഓരോ സാധനം പൊട്ടാനും ഇടിക്കാനും ഒക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ എന്തായാലും നന്നായെന്ന് തോന്നി. കാരണം നമ്മൾ നോർമലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് എഴുതുന്നതിനേക്കാളും നല്ല രസത്തിൽ എനിക്ക് 100K എന്ന് പറഞ്ഞിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാത്തൊരു സാധനം നമ്മൾ റെഡിയാക്കി എക്സ്പെക്റ്റേഷൻ്റെ അടുത്ത് കൊണ്ടെത്തിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കുമല്ലോ. ഇതേപോലെ 2 വൈൻ ഗ്ലാസ്സാണ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ റോസ് ഇടാനായിട്ട് ഞാൻ ഗ്ലാസ് നോക്കിയപ്പോൾ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബീക്കർ എടുത്തിരിക്കുകയാണ്. ഇതെൻ്റെ അമ്മയുടെ സ്വന്തം ബീക്കറാണ്. എൻ്റെ കയ്യിൽ ഇതേപോലത്തെ 2 ഗ്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ 2 ഗ്ലാസ്സാണ് നമ്മൾ ക്ലേ പരത്താനും ഉരുട്ടാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനത് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഉപയോഗിക്കാം. പിന്നെ നമ്മളൊരു റെഡ് കളർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ എഴുതിയിട്ടുള്ള സംഭവം ഒന്നും കാണില്ല. എന്തായാലും ഇറ്റ് ടേൺഡ് ഔട്ട് റിയലി ഗ്രേറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് വേണ്ടി ഇത്രയും ഡെക്കറേറ്റ് ചെയ്യുന്നത്. എൻ്റെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ബർത്ത്ഡേക്ക് ഞാൻ അത്യാവശ്യം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ നമ്മൾ ഈ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനായിട്ട് എന്താ പറയുക 8 സെറ്റ് കാര്യങ്ങൾ ചെയ്തത് ഫസ്റ്റ് ടൈമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫിനിഷ്ഡ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് പറയാനായിട്ട് ആരും മറക്കണ്ട. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. പുതിയതൊന്നുമല്ല, പഴയതാണ്. പഴയ ഏതോ ക്രിസ്മസിൻ്റെ ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കോലമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഡിസാസ്റ്റർ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇന്നലെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെടുക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സമയം ശനിയാഴ്ച 2:20. എനിക്ക് ഇന്ന് 4 മണിയാകുമ്പോഴേക്കും വീഡിയോ പബ്ലിഷ് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. 3 മണിയാകുമ്പോഴേക്കും വീഡിയോ എടുത്ത് തീരുന്നു, 4 മണിയാകുമ്പോഴേക്കും വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുന്നു, 4:30 ആകുമ്പോഴേക്കും അപ്ലോഡ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ അജണ്ട. പക്ഷെ എന്നാലും ഇതേപോലെ നടക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇത് ഞാൻ ഇന്നലെ പ്രോപ്പറായിട്ട്
എല്ലാം ചെയ്തു വെച്ചു. പക്ഷെ ഫാൻ ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്ക് പക്ഷെ ഭയങ്കര ചൂട് വരുന്നു. അപ്പം ഞാൻ ഇവിടെ ഒരു കയറ് കെട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇത് പറക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് താഴ്ന്നു. എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എനിക്കിത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ കടൽ ഡയറീസിൽ ഇടാൻ വേണ്ടി കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കടൽ ഡയറീസിൽ ഷോർട്സ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വീഡിയോ ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് എവിടെ എന്തൊക്കെ ആഡ് ചെയ്യണം എഡിറ്റ് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. പോരാത്തതിന് ഫാൻ ഇടാതെ എനിക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം എടുക്കാം. അതിനു മുമ്പ് താങ്ക് യു ഓൾ ഫോർ സബ്സ്ക്രൈബിങ് ആൻഡ് സപ്പോർട്ടിങ് മീ. ഈ ഒരു പ്ലേ ബട്ടൺ എൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് വേഗം സെറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം സെറ്റ് ആയതുകൊണ്ട് ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, സമയമില്ല. അപ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓൾറെഡി പറഞ്ഞു തരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനത് ഇങ്ങനെയൊക്കെ പിടിച്ചങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇന്നലത്തെക്കാളും ഇന്ന് ചെയ്തപ്പോൾ എന്തോ ഒരു മീൻസ് ഇന്നലെ ഞാൻ ധൃതി പിടിച്ച് വേഗം ചെയ്തതാണ്. ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമായില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ എടുത്തതാണ്. എന്താണെങ്കിലും നമുക്കിനി ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫൈനലി നമ്മുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇത്ര പെട്ടെന്ന് ശരിയാവും ഞാൻ വിചാരിച്ചില്ല. കുറച്ചുകൂടെ സമയം എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും സോ ഉള്ള ടൈം കൊണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100K ആയിരിക്കുകയാണ്, പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുകയാണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ യു ഗൈസ്. ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഇന്നേ വരെ ഈ ചാനലിൽ എന്ത് ഉണ്ടായിക്കഴിഞ്ഞാലും ഞാൻ എന്നുള്ള രീതിയിൽ അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല. നമ്മൾ എന്നുള്ള രീതിയിലാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ പ്ലേ ബട്ടൺ വന്നിരിക്കുകയാണ്, നമ്മൾ 100K അടിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഒരിക്കലും ഞാനിങ്ങനെ ചില സമയത്തൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ വിചാരിക്കാറുണ്ട്. ഇപ്പൊ ആരെങ്കിലുമൊക്കെ നമ്മള് എന്താ പറയാ 100K ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നിങ്ങളില്ലെങ്കിൽ പറ്റില്ല അങ്ങനെ ഇങ്ങനെയെന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പൊ ഞാൻ വിചാരിക്കും അതിപ്പോ എന്താ മീൻസ് നമ്മൾ അങ്ങോട്ട് ഒരു കാര്യം കൊടുത്തിട്ടല്ലേ നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ ആയിട്ട് ഈ ഒരു സ്നേഹം കിട്ടുന്നത്. അതായത് ഇപ്പൊ ഞാനിപ്പോ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു, അപ്പൊ നിങ്ങൾക്ക് തിരിച്ച് എൻ്റെ അടുത്തുള്ള സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുന്നു. അങ്ങനെയല്ലേ വിചാരിക്കും. പക്ഷെ ഈ ഒരു മൊമെന്റിലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ 100K ആവുന്നത് എങ്ങനെയാണ്? 100K ആൾക്കാരെ 1,00,000 ആൾക്കാര് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പൊ ആ 1,00,000 ആൾക്കാർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കണ്ടാൽ മതി. വീഡിയോ അവർക്ക് ആവശ്യമുള്ള വീഡിയോ ആണ്, വീഡിയോ കണ്ടുപോയാൽ മതി. പക്ഷെ നമ്മുടെ പുറത്തുള്ളൊരു സ്നേഹം കൊണ്ടാണ് അവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ പ്ലേ ബട്ടണും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. നിങ്ങളില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ പ്ലേ ബട്ടൺ എനിക്കുള്ളതല്ല, നമുക്കുള്ളതാണ്. അപ്പോൾ എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല. ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ പെട്ടെന്ന് പോയി കുളിച്ചു റെഡിയായി അങ്ങനെ വന്നു, ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ എടുത്തു. ഇതിപ്പോൾ എങ്ങനെ എഡിറ്റ് ചെയ്യുന്ന പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പ്ലേ ബട്ടൺ ഫസ്റ്റ് കാണിക്കണോ അതോ ഞാൻ ഓൾറെഡി ഡെക്കറൊക്കെ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ട് അത് ഫസ്റ്റ് വെക്കണമെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. Anyways, I'm so happy. പിന്നെ ജസ്റ്റ് ഇപ്പോൾ ഒരു കാര്യം അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ ഒരു പ്ലേ ബട്ടൺ അല്ല, പ്ലേ ബട്ടണിന് വേണ്ടി ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഞാനത് Q&Aയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മുമ്പ് മുതലേ ഞാൻ യൂട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ 2 വർഷം മുമ്പ് മുതലേ 2 വർഷം എടുത്തിട്ടാണ് ഓരോ ചാനലിൽ 5K 2K എന്നുള്ള രീതിയിലൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ വേറെ യൂട്യൂബിലൊക്കെ 1 മാസം കൊണ്ട് തന്നെ അവർക്ക് പ്ലേ ബട്ടണും കാര്യങ്ങളും കിട്ടുന്ന വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇവർക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് കിട്ടിയത്, നമ്മളിവിടെ 2 വർഷം വെച്ച് കഷ്ടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ജസ്റ്റ് ഒരു 3-4 മാസം കൊണ്ട് നമുക്കൊരു പ്ലേ ബട്ടൺ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ചെറിയ കാര്യമൊന്നും അല്ല. എന്തായാലും
താങ്ക് യു സോ മച്ച്. ഒരിക്കലും ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പ്ലേ ബട്ടൺ കിട്ടുന്നുള്ള രീതിയിൽ കിട്ടുന്ന എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഡെലിവറി ചെയ്യുന്ന കണ്ടന്റ് കുറച്ച് ക്വാളിറ്റി ഉള്ളതെന്ന് എനിക്ക് എൻ്റെ ഒരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കിട്ടും, ഇങ്ങനെ ഒരു 100K കേക്ക് കൊടുക്കേണ്ടി വരുന്ന പോലെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് പോലെ ചാനൽ സ്റ്റാർട്ട് ചെയ്യണേൻ്റെ അടുത്ത ദിവസം പോലെ തന്നെ ഞാനിങ്ങനെ 100K ആയിക്കഴിഞ്ഞാൽ എന്ത് കേക്ക് ഓർഡർ ചെയ്യും, കേക്ക് എങ്ങനെ വേണം, കേക്കിന് ഭംഗി വേണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഫൈനലി ഞാൻ ശരിക്കും ഒരു 100K കേക്ക് ഫ്രണ്ടിൽ വെച്ചിരിക്കുക എന്ന് ആലോചിക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. നമുക്ക് ഇനി കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ കേക്ക് കട്ടിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പോൾ റൂമിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്തത്. അപ്പോൾ കേക്ക് ഞാൻ ഈവനിങ് എല്ലാവരുമായിട്ട് വീട്ടിൽ വെച്ച് കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ജസ്റ്റ് ഞാൻ ഇപ്പോൾ തന്നെ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കേക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിഞ്ചാണ്. ക്രിഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ക്യാമറയുടെ മുമ്പിൽ ഞാൻ ഒന്നും കാണിക്കാറില്ല. അപ്പൊ എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ചിരി വന്നിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചു. ഞാൻ എന്തൊക്കെ പ്രോപ്പറായി കാണിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. കേക്ക് കട്ട് ചെയ്യാനായിരുന്നു നമ്മുടെ മെയിൻ അജണ്ട ഉണ്ടായിരുന്നത്. എന്തായാലും താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു എവരിബഡി ഹു ഹാവ് സപ്പോർട്ടഡ് മീ. ഞാനത് വെറുതെ പറയാല, ഇത്ര ഞാൻ കളിച്ച് വെച്ച് പറഞ്ഞു. സീരിയസ്ലി പറയാനാണെങ്കിൽ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അത് നിങ്ങൾ കാണുമ്പോൾ ഇപ്പം നിങ്ങൾ മെസ്സേജ് ഒക്കെ അയക്കുന്ന സമയത്ത് നിങ്ങളിത് ചേച്ചി ഇത് കാണില്ലായിരിക്കും, പക്ഷെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അയക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കുറേ കമൻറ്റ്സ് വരുന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് റിപ്ലൈ തരാൻ പറ്റുന്നത്. നിങ്ങൾ കമൻറ്റ്സിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വായിക്കുന്നുണ്ട്. ഒരെണ്ണം പോലും ഞാൻ മിസ് ചെയ്യാറില്ല. അത് ഞാൻ അഷ്യൂർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, ഞാൻ എന്തായാലും അതൊക്കെ കാണുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എങ്ങാനും നിങ്ങൾ മെസ്സേജ് അയച്ചു ഞാൻ റിപ്ലൈ അയച്ചില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. ഇത് ഞാൻ കുറേ കാലമായിട്ട് വേറെ വീഡിയോസിലൊക്കെ പറയണം എന്ന് വിചാരിച്ച് മറന്നു പോകണമാണ്. ഇതിൽ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് അറിയിക്കാൻ വേണ്ടി പറയാണ്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ കൂടുതൽ റിപ്ലൈ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ, പണ്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യുമായിരുന്നു, പക്ഷെ കുറേ പേര് ഭയങ്കരമായിട്ട് കോൾ ചെയ്യുമായിരുന്നു. പണ്ട് ഫസ്റ്റ് ടൈം ഒക്കെ എല്ലാവരും മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ അപ്പോൾ റിപ്ലൈസും കാര്യങ്ങളും കൊടുക്കുമായിരുന്നു. പക്ഷെ അത് കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ പേര് രാത്രിയൊക്കെ കോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റിപ്ലൈ അയക്കാതിരിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ജാടയാണെന്നൊക്കെ പറഞ്ഞ് വിചാരിക്കുമെന്നുണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ നമ്മൾ ഒരുപാട് റിപ്ലൈ അയച്ചു കഴിഞ്ഞാലും ആൾക്കാർ ഭയങ്കരമായിട്ട് കോൾ ചെയ്ത് എന്താ എടുക്കാത്തത്, എന്താ പറയാത്തതെന്ന് വരെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് നല്ല പേടിയാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ അയക്കാത്തത്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ്സിൽ പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും കമൻറ്റൊക്കെ നല്ല രീതിയിൽ വായിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരു കാര്യമല്ല, ഒരു അഡ്വൈസാണ്. മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ വാക്ക്. അതായത് നമ്മൾ ഒരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് മാനിഫെസ്റ്റേഷൻ വർക്കാവും. കാരണം ഞാൻ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആവുക, പണ്ട് മുതലേ യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആവുക, പ്ലേ ബട്ടൺ കിട്ടുക, പിന്നെ എന്താ പറയുക, ഞാൻ വിചാരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം ഞാൻ പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു സംഭവം എനിക്ക് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. ഇത് നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങൾ എൻ്റെ ബാക്ക് സൈഡ് എപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇത് യൂട്യൂബ് പ്ലേ ബട്ടൻ്റെ ഒരു പോളറോയിഡ് ആയിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പോളറോയിഡ്സും എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വാങ്ങണം, ഞാൻ അങ്ങനെ ആവണം എന്നുള്ള കൺസെപ്റ്റിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് അച്ചീവ്മെന്റ് ആണ്. ഞാൻ കുറേ ഹയർ ആയിട്ടുള്ള, അതായത് വലിയ വലിയ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത്. ഇനി ആരെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങൾ അത് കിട്ടണം എന്ന് പറഞ്ഞിട്ട്
ഇതാവുക. ഇപ്പം യൂട്യൂബിലായി കഴിഞ്ഞാൽ കുറേ പേര് എന്താ പറയുക, സബ് കൂടുന്നില്ല, അങ്ങനെ കൂടുന്നില്ല, ഇങ്ങനെ കൂടുന്നില്ല എന്ന് പറയുന്നവരില്ലേ, അവർ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. ഞാൻ 100% ഗ്യാരണ്ടീഡ് ആണ്. 머리를 빗는 이 빗소리 밖엔 비가 오나 봐 들리는 빗방울들이 땅에 떨어지는 소리 전해지는 전생고 대체 뭐야 너는 비법이 아침에 일어나서 부은 눈이 너무 아름다운 너희